എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ പിറകിലിരിക്കുന്ന ഈ ചേച്ചിയെ മനസ്സിലായിട്ടുണ്ടാവും. ചാലക്കുടി നഗരസഭയിലെ 23-ാം വാർഡ് കൗൺസിലർ ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ക്രിസ്മസ് ആയിക്കോട്ടെ, റംസാൻ ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എന്ത് സംഭവമായാലും ഈ വാർഡിലെ സാധാരണക്കാരായ ആളുകൾക്ക് അരി മേടിക്കാനോ സവോള മേടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷ്യക്കിറ്റിന് വേണ്ടി കഷ്ടപ്പെടേണ്ട അവസ്ഥ വരില്ല. ബിന്ദു ചേച്ചി കറക്റ്റായിട്ട് കിറ്റായിട്ട് കൊണ്ടുവരും. അത് മാത്രമല്ല, ഇവിടെ എല്ലാ കാര്യങ്ങളും വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിന്ദു ചേച്ചി പ്രദാനം ചെയ്യുന്നത് CPI ആണ്. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സ്വാധീനമുള്ള വാർഡാണ്. പക്ഷേ ബിന്ദു ചേച്ചിയുടെ ഒരു ഇടപെടൽ ജനകീയമായിട്ട് നമ്മൾ ജനങ്ങളോട് കൂടുതൽ അടുത്തിടപെടുകയും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും ജനപ്രതിനിധികൾ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ചാലക്കുടി നഗരസഭയിൽ ഈ ബിന്ദു കൗൺസിലറുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളും അതുപോലെ പ്രവർത്തനവും. ഇപ്പം ഞാൻ ഇവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിന്ദു ചേച്ചി ഒരു ഭയങ്കര സംഭവം ഉണ്ടാക്കിയേക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ സംഭവം ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും മഴ ഭയങ്കര ആഞ്ഞടിക്കുമ്പോൾ തന്നെ ബിന്ദു ചേച്ചി സോപ്പ് കമ്പനി തുടങ്ങി. സോപ്പ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി SH കോളേജിൽ ഒരു സോപ്പ് നിർമ്മാണത്തെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ സന്തോഷ് പോൾ സാറൊക്കെ ചേർന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് അതിൽ നിന്നും പ്രചോദനം കിട്ടി. വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഇത്രയധികം സോപ്പ് നിർമ്മാണം. പക്ഷേ ബിന്ദു ചേച്ചി വീട്ടിലിരുന്ന് നമ്മുടെ ഈ ചൂടുള്ള വേനൽക്കാലത്തും ഒക്കെ ഇരുന്ന് സംഭവം സോപ്പ് നിർമ്മാണം ആരംഭിച്ചു. അതിൻ്റെ കഥകളും വിശേഷങ്ങളാണ് പറയുന്നത്. അതിക്ക് മുൻപ് ഞാനൊന്ന് പരിചയപ്പെടുത്താണ്. ഇത് ബിന്ദു ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടുള്ള ശശിയേട്ടൻ. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് അതിൽ നിന്ന് കരകയറിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിന്ദു ചേച്ചിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നത് ഹസ്ബൻഡായിട്ടുള്ള ശശിയേട്ടനും അതുപോലെ തന്നെ നാട്ടിലെ ഇവരുടെ വോട്ടർമാരും മക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സോപ്പ് നിർമ്മാണ കമ്പനീനെ പറ്റി ബിന്ദു ചേച്ചിയോട് ചോദിച്ചറിയാം. എത്ര സോപ്പ് ഉണ്ടാക്കി, അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്താ സംഭവം, ഇനി എന്ത് ചെയ്യാൻ പോണു, സോപ്പ് ഉണ്ടാക്കിയ ആൾ ഇനി കാശ് വാങ്ങിക്കാനുള്ള പരിപാടി, ലക്ഷപ്രഭു ആവാനുള്ള പരിപാടിയാണോ എന്നുള്ളതും കൂടി ചോദിച്ചറിയാം. നമസ്കാരം. നമുക്ക് 2 മാസം മുമ്പ് നമ്മളുടെ കുടുംബശ്രീ വാർഡിൽ 8 കുടുംബശ്രീയാണുള്ളത്. കുടുംബശ്രീ പ്രവർത്തകർക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ SH കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സോപ്പ് നിർമ്മാണം പഠിക്കുകയാണ് ഉണ്ടായത്. SH കോളേജിലെ HODമാർ, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടർ സന്തോഷ് സാറ്, ഡോക്ടർ ലൈന മാം അടക്കമുള്ളവർ, നമ്മുടെ വാർഡിലെ 31 പേരാണ് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ ആ പരിപാടിയുടെ ഉദ്ഘാടനം ഞാനായിരുന്നു. ഞാനും 1 മണിക്കൂർ അതിൻ്റെ ഒപ്പം സാറ് പറയുന്നത് കേട്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുകയല്ലേ, എന്നും നമുക്ക് കൗൺസിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും വനിതകൾക്ക് ഒരു കൈത്തൊഴിൽ എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പപ്പായ ഒരെണ്ണം നമുക്ക് കിട്ടി. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച് തന്ന പ്രകാരം പപ്പായ ഉപയോഗിച്ച് നമ്മൾ സോപ്പ് ഉണ്ടാക്കി. നമ്മുടെ ശരിക്കുള്ള ഒറിജിനൽ പപ്പായ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കി. അപ്പൊ അതുണ്ടാക്കിയപ്പോ വളരെ ഭംഗി തോന്നി. അപ്പൊ അതെങ്ങനെയാണ് ഈ പപ്പായ നമ്മള് അത് ക്ലീൻ ചെയ്ത് അത് വെച്ചിട്ടാണ്? അതെ, പപ്പായ നമ്മള് എടുത്തിട്ട് അത് നല്ല എന്താ പറയാ ജ്യൂസ് പരുവത്തിൽ അരിച്ചെടുക്കണം. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. അതൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നല്ല കൗതുകം തോന്നി. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ശംഖുപുഷ്പം സോപ്പ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കറ്റാർവാഴ, തുളസി, ആര്യവേപ്പില അങ്ങനെ 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് സോപ്പ് ഉണ്ടാക്കി. ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാമ്പഴം ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കി. അങ്ങനെ പലതരത്തിലുള്ള സോപ്പുകൾ ഉണ്ടാക്കി വന്നപ്പോൾ എന്താ പറയുക, വളരെ സാറ്റിസ്ഫാക്ഷൻ. അത് മറ്റുള്ളവർ അറിയണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു തൊഴിൽ പഠിച്ചിട്ട് വെറുതെ ഇരിക്കാതെ അത് നമുക്ക് ഒരു വരുമാന മാർഗമാവാനും നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാന മാർഗം ആവാനും വേണ്ടിയിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞത് മീഡിയനെ വിളിച്ച് അറിയിക്കണം എന്ന് തോന്നിയത്. ഇതപ്പോൾ എത്ര ഏകദേശം എന്തോരം സോപ്പ് ഉണ്ടാക്കി ഇപ്പോൾ ആദ്യ ഘട്ടം നൽകി? ആദ്യത്തെ ഘട്ടം സത്യം പറഞ്ഞാൽ ഒരു 250 സോപ്പ് ഉണ്ടാക്കി. മൊത്തം 250 സോപ്പ് ഉണ്ടാക്കി. എത്ര ദിവസം കൊണ്ട്? അതൊരു 10 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കി. കാരണം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാരണം ചിലപ്പോൾ ഒരു ദിവസം ഒരു 10-25 രാത്രിയാണ് മെയിനായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഒരു 100 സോപ്പോളം ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പൈസക്ക് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും കൗൺസിലർമാർക്കും എല്ലാവർക്കും കൊടുത്തു നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്. പക്ഷെ ഞാനൊരു വില നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം എത്ര രൂപ ചേച്ചിക്ക് ചെലവാകും?
നമുക്ക് ഒരു സോപ്പ് 50 രൂപയ്ക്ക് കൊടുത്താലും സത്യം പറഞ്ഞാൽ നഷ്ടമാണ്. കാരണം നമുക്ക് ഒരു 100-300 രൂപയോളം അതിന് വരുന്നുണ്ട് ഒരു സോപ്പ് ഉണ്ടാക്കാൻ. ഒരു അല്ല 11 സോപ്പാണ് നമുക്ക് കിട്ടുക ഒരു പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ മിക്സി, നമ്മൾ ഇതിന്റെ ഉപയോഗം, ഗ്യാസ് ഇതൊക്കെ വരുമ്പോ വലിയ ലാഭമൊന്നുമില്ല. പക്ഷെ നല്ല സാധനങ്ങൾ ആളുകളുടെ കൈകളിൽ എത്തിക്കാൻ പറ്റില്ല. അതാണ് വളരെ സാറ്റിസ്ഫാക്ഷൻ. ലാഭം ഇതൊന്നും കിട്ടാനല്ല, നമ്മൾ മറ്റുള്ളവർക്ക് നല്ല സാധനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് പേര് ഇത് കണ്ടിട്ട് പഠിപ്പിച്ച് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറഞ്ഞാൽ നമുക്ക് വിൽപ്പന നടത്തില്ലെങ്കിലും അവരാരുടെ വീട്ടിൽ തന്നെ നമുക്കിത് നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുക അസുഖങ്ങളൊന്നും വരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ എന്താ ആര് ചോദിച്ചാലും പഠിപ്പിച്ച് കൊടുക്കും. പിന്നെ നമുക്ക് സാവധാനം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും ശ്രമിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലല്ല ബാക്കിയുള്ളവരൊക്കെ സഹായിക്കണ്ടാവും, മക്കളും എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശരി. അപ്പോൾ സംഭവം ഇതാണ് സോപ്പ് കമ്പനി. ഇതിലുള്ളൊരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോപ്പ് നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഈ പൾപ്പ് ഉണ്ടാക്കുന്ന സംഗതി. പൾപ്പ് പലതരത്തിലുണ്ടാക്കാം, കെമിക്കൽ ഉപയോഗിച്ച് പൾപ്പ് ഉണ്ടാക്കാം. പക്ഷേ ബിന്ദു ചേച്ചി ഇവിടെ ചെയ്തേക്കണ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദേ ഈ സോപ്പ്, ഇത് ശംഖുപുഷ്പം കറ്റാർവാഴ, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. ഇത് എന്താ സംഭവിച്ചാൽ കെമിക്കൽ ആയിട്ടുള്ള സംഗതികളല്ല ഈ കറ്റാർവാഴയ്ക്കും ശംഖുപുഷ്പത്തിനും. ഒറിജിനൽ ശംഖുപുഷ്പവും കറ്റാർവാഴയും കൊണ്ടുവന്ന് ഈ കറ്റാർവാഴയൊക്കെ അത് തണ്ടായിട്ട് കൊണ്ടുവന്ന് കെട്ടി മുറിച്ച് കഷ്ടപ്പാട് മാത്രമല്ല, ഈ ശംഖുപുഷ്പത്തിന് ഒരുപാട് കാശും വരും. ഇത് രണ്ടും വാങ്ങിച്ച് വെച്ച് അത് പൾപ്പാക്കി അങ്ങനെയാണ് ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മാമ്പഴം സോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു മൂവാണ്ടൻ്റെ മാവൊക്കെ ഉണ്ട്. ഇതിൻ്റെ പഴുത്ത മാങ്ങയിൽ നിന്ന് പൾപ്പ് എടുത്ത് അങ്ങനെയാണ് ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഗതി ഇത് കയ്യിൽ നിൽക്കണതല്ല ഇതിൻ്റെ ചിലവ്. പലരും ബിന്ദു ചേച്ചിനെ സഹായിക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ സോപ്പ് നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കാശ് ചിലവാകുന്ന സംഭവമാണ്. അതുപോലെ ഇത് മാത്രമല്ല പല സംഭവങ്ങളും. പിന്നെ ഉണ്ടാക്കിയാണ് ഒരു സോപ്പ് പറഞ്ഞാൽ കറ്റാർവാഴയും തുളസിയും ആര്യവേപ്പും. അത് ഇതുപോലെ തന്നെ ഒറിജിനൽ സംഗതികൾ ഉണ്ടെന്നിട്ടാണ് ഇതിൻ്റെ പൾപ്പ് ഉണ്ടാക്കുന്നത്. അതിൽ പിന്നെ കെമിക്കലുകൾ മറ്റു കാര്യങ്ങൾ ചേർക്കും. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള സാധനത്തിൽ നിന്നാണ് എസൻസ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സോപ്പുകൾ ഇതേ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഇനിയും സോപ്പ് ഉണ്ടാക്കണം. വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് പുള്ളിക്കാരത്തി നിൽക്കണേ. ഒരു കാര്യം പറയാം, ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാരൊക്കെ ഭയങ്കര ഗ്ലാമറാണ്. നമ്മുടെ ഷിബുവാലപ്പൻ ചേട്ടൻ, നമ്മുടെ വിനു ചേട്ടൻ, ഇവരൊക്കെ ഭയങ്കര ഗ്ലാമറാണ്. അതിൻ്റെ കാരണം എന്താ? ഈ സോപ്പെല്ലാം കൊണ്ടുപോയി കൊടുത്തേക്കണമെന്ന് അവരതിട്ടല്ലേ സ്നാനം ചെയ്യണത്. എന്തായാലും ഇനിയും ബിന്ദു ചേച്ചി സോപ്പ് ഉണ്ടാക്കട്ടെ, വാർഡിലുള്ള ആളുകൾ ഇത് ഏറ്റെടുക്കട്ടെ. നല്ല കൗൺസിലർമാർ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും എന്ന് മാത്രമാണ് പറയുന്നത്. അവർക്ക് വോട്ടും കിട്ടും, അവർ ഇനിയും വിജയിക്കും. നന്ദി, നമസ്കാരം.